ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പമായിരിക്കുന്നത് ഇടുക്കിയുടെ ഒരു കലാകാരി സിസ്റ്ററാണ്, നല്ലൊരു പാട്ടുകാരി സിസ്റ്റർ അഞ്ജു മരിയ SABS. ഏറെ സ്നേഹത്തോടെ സിസ്റ്ററെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് സിസ്റ്ററിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിച്ചത്. പാട്ടുകളിലൂടെയും പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ കേട്ടു. കുടുംബത്തെ പറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും കുടുംബവിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നല്ല 2 പാട്ടുകളാണ് സിസ്റ്റർ പാടിയത്. ആ സിസ്റ്ററിൻ്റെ തന്നെ സൃഷ്ടികളാണ്, എല്ലാ വരികളും സംഗീതവും പാട്ടും ഒക്കെ. പിന്നെ നിരവധി കവർ സോങ്ങുകൾ സിസ്റ്ററിൻ്റെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ക്രൂശിതന് ഉദ്ധിതൻ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ആ പാട്ട് സിസ്റ്റർ ഒന്ന് പാടുക, അത് ഞങ്ങൾ കേട്ട് അങ്ങനെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ശരി അച്ഛാ. ശീതലേ മുക്തിതനേ മർത്യനെ കാത്തിടണേ, ക്രൂശിതനേ മുക്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിന്നിലങ്കിക്കുള്ളിൽ, ഈശോ നിന്നിലങ്കിക്കുള്ളിൽ, ഈശോ നിന്നിലങ്കിക്കുള്ളിൽ, ഈശോയെ നിൻരുതി കാണുമ്പോൾ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നെ വാഴുമ്പോൾ എന്നുള്ള സ്വർഗമായി തീരും. ക്രൂശിതനേ മുക്തിതനേ മർത്യനെ കാത്തിടണേ. കാനായിലെ കൽഭരണി പൂർവ്വക്കോളം നിറച്ചു ഞാനും, കാനായിലെ കൽഭരണി പൂർവ്വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ. ഈ വരും വഴിയിലെ പൂമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ. കയ്യിൽ കൂടാ
കയ്യെത്താ ദൂരത്തിൽ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാ വരുമോ? കല്ലേറു ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ? ചിരിക്കാൻ കാരണം ചിതയുമ്പോൾ, ജീവിക്കാൻ കാരണം തിരയുമ്പോൾ, തോളത്തു മയങ്ങിയ മറക്കുമ്പോൾ, തോണിയൊഴിയുമ്പോൾ പഠിക്കുമ്പോൾ, നീ ചിരിക്കും മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വേർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവെല്ലാം. ക്രൂശിതനെ നിത്യതനെ ഭക്തിയെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോനിൻ ഹൃത്തിനുള്ളിൽ, ഈശോനിൻ മേലങ്കിക്കുള്ളിൽ, ഈശോനിൻ ഹൃത്തിനുള്ളിൽ, ഈശോനിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയുടെ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ എന്നിൽ വാഴുമ്പോൾ എന്നുള്ള സ്വർഗമോ തീരും. ആ ആ മനോഹരമായിട്ട് പാടി. താങ്ക് യു അച്ഛ. ബിനോജച്ചൻ്റെ ഒരു ഇത് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തൊരു പാട്ടാണ്. എല്ലാവർക്കും ഏകദേശം ഒരു കാണാപ്പാടം പോലെ അത് ആര് പാടിയാലും അത് ലയിച്ചിരുന്നു പോകും. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റ് കുറയാത്ത രീതിയിൽ ഭംഗിയായിട്ട് സിസ്റ്റർ പാടി. കൺഗ്രാജുലേഷൻസ്, സൂപ്പർ, നല്ല വോയിസ്, നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് പാടി. മനോഹരമായിട്ടുണ്ട്. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെന്നോട് പാട്ട് പാടാൻ പറഞ്ഞാലും ആദ്യം പാടുന്ന ഈ പാട്ടാണ്. ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്, വളരെ ഭംഗിയായിട്ട് പാടി. ഇനി പല വേദികളിൽ ഈ പാട്ട് തന്നെ കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ട് പാടി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തുടക്കം കുറിച്ച ഒന്നാണ് വീടിൽ നിന്നാണല്ലോ എല്ലാം ആരംഭിക്കുന്നത്. 2 മക്കള് ജന്മം നൽകിയ നല്ല 2 മാതാപിതാക്കളെ. പപ്പയോടൊക്കെ കൂടുതൽ, ബാബുച്ചേട്ടന് കൂടുതൽ ഈ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഞാനും ഒരുമിച്ചാണല്ലോ വന്നത്. അതുപോലെ തന്നെ അമ്മ, അഞ്ഞുമോൾ ചേച്ചി, പിന്നെ നിങ്ങൾ 2 മക്കള്, 2 പേരും അസാധ്യമായിട്ട് പാടുന്നവരാണ്. അനിയത്തിയാണ് കൂടുതൽ അല്ലേ? അങ്ങനെ അനിയത്തിയാണ് ചെറുപ്പം മുതൽ പാടി തുടങ്ങിയത്. നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത് എനിക്ക്, അതായത് പരസ്പരം അറിഞ്ഞത് എന്നിലിങ്ങനെ പാടാനുള്ളൊരു കഴിവ് ദൈവം നൽകിയിട്ടുണ്ടെന്നത്? ആദ്യം പറഞ്ഞ പോലെ തന്നെ മടത്തി വന്നതിന് ശേഷമാണ് പാടാൻ വേണ്ടിയിട്ട് ദൈവം കൃപ തന്നത്. അതിനുമുമ്പ് പാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മടത്തി വന്നതിന് ശേഷം സിസ്റ്റർമാർ തിരിച്ചറിഞ്ഞു, അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. കോൺഗ്രിഗേഷൻ മുഴുവൻ നല്ല പ്രോത്സാഹനമാണ് എനിക്ക് തരുന്നത്, പാട്ട് എഴുതാനും ട്യൂൺ ചെയ്യാനും പാടാനും ഒക്കെ. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് അപ്പനും അമ്മ എങ്ങനെ പാടുന്നവര്? അപ്പച്ചനും അമ്മയും അത്യാവശ്യം പാടും. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പച്ചൻ ഇങ്ങനെ രാഷ്ട്രീയക്കാരനാണ്, അമ്മയും പാടും. അങ്ങനെ പാട്ടിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിച്ചു. പാട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേൾക്കുന്ന പാട്ടുകൾ പാടി നോക്കും. എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? ഞങ്ങൾ തമ്മിൽ 6 വയസ്സ് വ്യത്യാസം. അപ്പോൾ ചേച്ചിയാണ്. ഞാൻ ചേച്ചിയാണ്. മഠത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളും ദൈവവിളി അറിഞ്ഞിനി അതിലേക്ക് നമുക്ക് പോകാം. കുടുംബത്തിൽ നിന്നൊക്കെ രണ്ടാമത്തെ ആള് അങ്ങനെയൊക്കെ ആയിരിക്കും. ആദ്യത്തെ 2 മക്കളിൽ ഏറ്റവും മൂത്തയാള് വീട് ഉപേക്ഷിച്ചാണല്ലോ എന്നാ പറഞ്ഞാലും പോകുന്നത്. അപ്പോൾ അതൊരു ത്യാഗമുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ദൈവവിളി ഉണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയ സാഹചര്യങ്ങളും പേരൻസിൻ്റെ സ്നേഹം നിറഞ്ഞ അപ്പൻ്റെയും അമ്മയുടെയും ഇടപെടലുകളും ഒന്ന് പറയാമോ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ വൊക്കേഷൻ ക്യാമ്പ് കൂടുന്നത്.
ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ ആൻസ്മരിയ, സിസ്റ്റർ ആൻസ്മരിയ SABS അംഗമായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ചുമ്മാ നമുക്കൊരു ക്യാമ്പുണ്ട്, കൂടാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങൾ ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടെ, എല്ലാവരും അല്ല 2-3 പേര് ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ ആദ്യത്തെ ക്യാമ്പ് കൂടിയപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ വന്നു ഞാനിങ്ങനെ ക്യാമ്പൊക്കെ കൂടി അവിടെ അതിന് മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ചെറുപ്പം മുതൽ അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. സിസ്റ്റേഴ്സിനെ കാണുമെങ്കിലും അങ്ങനെ സ്പെഷ്യലായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ 8ൽ ഒരു ക്യാമ്പ് കൂടി, 9ൽ പിന്നെ അവർ വിളിച്ചു. അങ്ങനെ 9ാം ക്ലാസ്സിലൊരു ക്യാമ്പിന് പോയി. 10ാം ക്ലാസ്സിൽ കയറിയപ്പോഴും ആദ്യം മുതലേ സിസ്റ്റർ, അപ്പോൾ വേദോടം പഠിപ്പിക്കുന്നതും SABSലൊരു സിസ്റ്ററായിരുന്നു, സിസ്റ്റർ മരിയറ്റ്. അങ്ങനെ ആ 2 സിസ്റ്റേഴ്സാണ് എൻ്റെ ഒക്കേഷൻ്റെ പിന്നിൽ കൂടുതൽ പ്രവർത്തിച്ചേക്കുന്നത്. അപ്പോൾ അവർ വന്ന് ക്യാമ്പുണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പം ആദ്യം 2 ക്യാമ്പിന് പോകുന്നതിന് വലിയ തടസ്സമൊന്നും ഇല്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പം അപ്പച്ചന് തോന്നി എന്തോ സീരിയസ് ആയിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു. എടുത്തില്ല. പിള്ളേരെല്ലാം പോകാനുള്ള കൂടെ പോകാമെന്ന് വിചാരിച്ച് കാണുമായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ചെറിയൊരു എതിർപ്പൊക്കെ പറഞ്ഞു. ക്യാമ്പല്ലേ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസത്തെ ക്യാമ്പിന് പോയി. 3 ദിവസത്തെ ക്യാമ്പിനും വിടുന്നതിനും വലിയ പ്രശ്നം തോന്നിയില്ല. പിന്നെ കമ്മാൻസി വന്നു. അതൊരു 10-20 ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ ഞാനും പിന്നെ വേറൊരു ചേച്ചിയും കൂടെ പോകുന്നുണ്ട്. ഞങ്ങൾ 2 പേര് ആ പ്രാവശ്യം പോകുന്നത് കമ്മാൻസിക്ക്. അപ്പോൾ ആ ചേച്ചി പോയി, പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടില്ല. അപ്പച്ചനും അമ്മയും കട്ടായം പറഞ്ഞു പോകാൻ പറ്റത്തില്ല, ഇനി പോവുകയാണെങ്കിൽ തന്നെ +2 കഴിഞ്ഞ് പോക്കോ, 10 കഴിഞ്ഞ് ഇവിടെ മടത്തി പോകാമെന്ന് പറഞ്ഞാൽ ആരും ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി പിന്നെ ക്യാമ്പ് ഇടയ്ക്ക് അവധിക്ക് വന്നു. അപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു, നീ വരുന്നുണ്ടോ, നല്ല രസമാണ് അവിടെ, വരുന്നുണ്ടെങ്കിൽ രസമായിരുന്നു, നീയും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പയ്യെ വീണ്ടും അപ്പച്ചനോട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ക്യാമ്പിന് പൊക്കോട്ടെ, മടത്തി പോകുന്നില്ല, ക്യാമ്പിന് ജസ്റ്റ് പോയിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു ദിവസമൊക്കെ പട്ടിണിയൊക്കെ കിടന്നു, കുറെ വാശിയൊക്കെ പിടിച്ചു. എതിർപ്പായിരുന്നു, ഒട്ടും വിടില്ലായിരുന്നു. അനിയത്തി ആണെങ്കിൽ അനിയത്തി 3ാം ക്ലാസ്സിലായിട്ടുള്ളൂ അപ്പം. അതുകൊണ്ട് ഒട്ടും വിടണ്ട, അവൾക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ നേരെ വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട്, അച്ഛാ ഇങ്ങനെ ക്യാമ്പിന് പോകാൻ ആഗ്രഹമുണ്ട്, അപ്പച്ചനോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞാൽ അതിനെ പറയാമെന്നൊക്കെ പറഞ്ഞ് അപ്പച്ചൻ്റെ അമ്മേനും കണ്ട് അച്ഛൻ സംസാരിച്ചു. ക്യാമ്പല്ലേ ചോദിച്ചുള്ളൂ, അത് വിട്, അതിനിപ്പോൾ എന്നാന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ ക്യാമ്പിന് വിടുവാണ്. കമ്മാൻസി പകുതിയായപ്പോൾ ഞാൻ ചെന്നു. ചെന്ന് കഴിഞ്ഞ് ഞാൻ പേരൊക്കെ കൊടുത്ത് തീരുമാനം അവിടെ ഉറപ്പിച്ചു. ഞാൻ മടത്തി ചേരുവാണ്, എന്തായാലും ഞാൻ തിരിച്ച് വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ ഇങ്ങനെ പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെ സംഭവം ഒരു പ്രശ്നമായിരുന്നു. അമ്മ ഇങ്ങനെ കാണാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും തലകറങ്ങി വീഴുവും, അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ അപ്പച്ചനും അമ്മയും ചെന്ന് സെയിം വികാരി അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, കൊച്ചു തിരിച്ചു വരുമ്പം ഈ പ്രാവശ്യം പോകണ്ട, +2 കഴിഞ്ഞ് പോയാൽ മതി എന്നൊന്ന് പറയാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നെ കണ്ട് സംസാരിച്ചു, +2 കഴിഞ്ഞിട്ട് പോകും, അവരിങ്ങനെ ആകെ സങ്കടത്തിലാണ്, നിന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, 2 വർഷം കൂടെ വീട്ടിൽ നിൽക്കുകയെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ +2 പഠിക്കാനാണെങ്കിലും അവർ ഇവിടെ തന്നെയല്ലേ വിടുകയുള്ളൂ, വന്ന് വാഴത്തോപ്പിലായിരുന്നു +1 +2 പഠിക്കാനും വിടുന്നത്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ മനസ്സോടെ ഞാൻ 2 വർഷം നിന്നു. അങ്ങനെ +2 കഴിഞ്ഞാണ് മടത്തി വരുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തി 5ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ മടത്തി വരുന്നത്. പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഇനി ഇത്ര ദിവസം നിങ്ങളുടെ കൂടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഒരുക്കുമായിരുന്നു. ദിവസമൊക്കെ എണ്ണി വെട്ടിയൊക്കെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ +1 + സമയത്തൊക്കെ ഇവർക്ക് ഏകദേശം ഒരു ധാരണ കൊടുത്തു, എൻ്റെ ലക്ഷ്യം ഇതാണ്, സിസ്റ്റർ ആകാണെന്നുള്ളതാണ് ദൈവവിളിയുടെ. അപ്പോൾ ഏകദേശം അവർ മനസ്സിലാക്കി വന്നു. +2 ആയപ്പോഴേക്കും അവർ ഏകദേശം സമ്മതിച്ചു. അങ്ങനെയാണ് ദൈവവിളിയുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാം ഓരോ അനുഭവങ്ങളുടെ വേദിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ ഒപ്പം തന്നെ പാട്ട് പിന്നെ ഫോർമേഷന്റെ ടൈമിലൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ ഒരു പാട്ട് കൂടി പാടാമോ സിസ്റ്റർ? പാടാം. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലാ നാവില്ല
ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. ഹൃത്തിനുള്ളിൽ അലിയും നീയൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴൻ ആത്മം നിറയുന്നു. ഹൃത്തിനുള്ളിൽ അലിയും നീയൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴൻ ആത്മം നിറയുന്നു. മൗനമാം സ്നേഹമാ ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു.
വളരെ ഭംഗിയായിട്ട് പാടി. എനിക്കിഷ്ടപ്പെട്ട നല്ല വോയിസാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ അത് കീപ്പ് ചെയ്യുക, നല്ല വോയിസാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ ശുശ്രൂഷ മേഖല സിസ്റ്റർ ഏതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഫോർമേഷൻ ഫീൽഡിലാണ്. മഠത്തിൽ സിസ്റ്ററാകാൻ വരുന്ന കുഞ്ഞുങ്ങളെ പരിശീലനം നൽകുന്ന ജോലിയാണ്. അതിൽ ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയേഴ്സിനെ നോക്കുവാണ്. ഈ വർഷം എനിക്ക് 5 കുട്ടികളുണ്ട്. അവർക്ക് പരിശീലനമൊക്കെ നൽകി ഇനി പോകുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ പാട്ടിൻ്റെ അതിനിടയിൽ പാട്ടും കൊണ്ടുപോകുന്നു. ഇപ്പോഴും വരികളും ഒക്കെ എഴുതുന്നുണ്ടോ? എൻ്റെ ഒരു സമയമൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് കുറേ നാളായി. വരികൾ കിട്ടുമ്പോൾ ഡയറിയിൽ കുറിച്ച് വെക്കുന്നുണ്ട്. ട്യൂണൊക്കെ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ഈശോയുടെ സമയം അതാണ് കൂടുതലായിട്ടും. ഇപ്പം അങ്ങനെ ഈശോ ഏതെങ്കിലും പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ അധികാരികളിൽ നിന്നായാലും ആരിൽ നിന്നായാലും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ, ഒരു പ്രചോദനം കിട്ടും. അപ്പോഴാണ് പാട്ട് ചെയ്യുന്നത്. നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ അധികാരികൾ? നല്ല സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പനും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ സഹോദരിക്കും, ഇളയ സഹോദരിക്കും നന്ദി പറയുകയാണ്. ഈ മകളെ ദൈവത്തിന് നൽകിയതും അനേകർക്ക് ശുശ്രൂഷയായിട്ട് മാറുകയാണ്, അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ് സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയിലൂടെ. നല്ലപോലെ പ്രാർത്ഥിക്കുന്ന സിസ്റ്ററാണ്, നമുക്കറിയാം. പ്രാർത്ഥനകളൊക്കെ വരികളായിട്ട് മാറുന്നുണ്ട്, അത് പാട്ടായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറയുന്ന രീതിയിൽ നിങ്ങളുടെ മാത്രമാക്കി മാറ്റാതെ ഈ സഹോദരിയെ ഈശോയുടെ മക്കൾക്ക് മുഴുവനായിട്ട് നൽകിയതിന് ഒത്തിരി ഒത്തിരി നന്ദി ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലൊക്കെ മാതാപിതാക്കൾക്ക് നേരുകയാണ്. സിസ്റ്റർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഒരു പാട്ട് അവസാന നിമിഷത്തിൽ ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. ആൽബർട്ട് അച്ഛൻ്റെ തന്നെ മറ്റൊരു ഞാൻ പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അച്ഛനാണ്. അഭിഷേകം ഒരുപാടുള്ള അച്ഛനാണ്. നിമിഷ നേരങ്ങൾക്കാണ് അച്ഛനെ വരികൾ കിട്ടുന്നത്. അപ്പം അച്ഛൻ്റെ ഒരു ചെറിയ പാട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാടിയതാണ്. പിന്നെ നീബു എന്നൊരു ഓർക്കസ്ട്രേഷൻ ചെയ്തത് നല്ലൊരു ചെറുപ്പക്കാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വരികൾ നീബുവിന് കൊടുത്തപ്പോൾ അദ്ദേഹം നല്ലൊരു സംഗീതം നൽകിയൊരു കൊച്ചു അഭിഷേക പാട്ടായിട്ട് മാറി. അപ്പം ആ പാട്ട് ഞാനൊന്ന് പാടുകയാണ്. ശത്രു എനിക്കെതിരായി നിന്നിടുമ്പോൾ ദാവീദിനെ പോലെ ഞാൻ നിലകൊള്ളും. ദൈവം എന്നെ സഹായിച്ചനുഗ്രഹിക്കും, കൃപ നൽകി എന്നെ കാത്തുകൊള്ളും. ശത്രു എനിക്കെതിരായി നിന്നിടുമ്പോൾ ദാവീദിനെ പോലെ ഞാൻ നിലകൊള്ളും. ദൈവം എന്നെ സഹായിച്ചനുഗ്രഹിക്കും, കൃപ നൽകി എന്നെ കാത്തുകൊള്ളും. വൻപീഡയെല്ലാം മാറ്റിടുന്ന വന്ദയ എന്നിൽ വിതറുമവൻ. വൻപീഡയെല്ലാം മാറ്റിടുന്ന വന്ദയ എന്നിൽ വിതറുമവൻ. വരുമെൻ്റെ കൂടെ കരം പിടിക്കാൻ, വൻ വിജയം നൽകി അനുഗ്രഹിക്കാൻ. വരുമെൻ്റെ കൂടെ കരം പിടിക്കാൻ, വൻ വിജയം നൽകി അനുഗ്രഹിക്കാൻ. ശത്രു എനിക്കെതിരായി നിന്നിടുമ്പോൾ ദാവീദിനെ പോലെ ഞാൻ നിലകൊള്ളും. ദൈവം എന്നെ സഹായിച്ചനുഗ്രഹിക്കും, കൃപ നൽകി എന്നെ കാത്തുകൊള്ളും. ആകുലത എന്നിൽ തെല്ലുമില്ല, വ്യാകുലമെന്നെ അലട്ടുകില്ല. ആകുലത എന്നിൽ തെല്ലുമില്ല, വ്യാകുലമെന്നെ അലട്ടുകില്ല. ഓരോ ദിനവും പാലിക്കുന്നു, ഉയർച്ചയും വളർച്ചയും നൽകിടുന്നു. ഓരോ ദിനവും
പാലിക്കുന്നു, ഉയർച്ചയും വളർച്ചയും നൽകിടുന്നു. ശത്രു എനിക്കെതിരായി നിന്നിടുമ്പോൾ ദാവീദിനെ പോലെ ഞാൻ നിലകൊള്ളും. ദൈവം എന്നെ സഹായിച്ചനുഗ്രഹിക്കും, കൃപ നൽകി എന്നെ കാത്തുകൊള്ളും. ശത്രു എനിക്കെതിരായി നിന്നിടുമ്പോൾ ദാവീദിനെ പോലെ ഞാൻ നിലകൊള്ളും. ദൈവം എന്നെ സഹായിച്ചനുഗ്രഹിക്കും, കൃപ നൽകി എന്നെ കാത്തുകൊള്ളും. അച്ഛൻ്റെ ഈ പാട്ട് വളരെ നല്ല വരികളാണ്, നല്ല ഫീലുണ്ട്. ഞങ്ങൾ സിസ്റ്റർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബത്തെ മുഴുവനായിട്ട് പ്രേക്ഷകരോടൊപ്പം ചേർന്ന് ഞാനും മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ സിസ്റ്ററിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ. സിസ്റ്ററിൻ്റെ പാട്ട് കേൾക്കുന്നവർ, അതുപോലെ തന്നെ സിസ്റ്റർ സൃഷ്ടിക്കുന്ന ഓരോ പാട്ടുകളും അനേകർക്ക് ആശ്വാസമായിട്ട് മാറട്ടെ. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർക്ക്, എന്തെങ്കിലും വിഷമാവസ്ഥയിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരു സഹായവും സാന്നിധ്യവുമായിട്ട് ദൈവം ഉപകരണങ്ങളാക്കട്ടെ. അതുപോലെ തന്നെ ഇവരുടെ സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലേക്കും അനേകം കൃപകൾ, അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. ക്രൂശിതനേ, മുക്തിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, മുക്തിതനേ, മർത്യനെ കാത്തിടണേ.